ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിയും സേതുവും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് രാജലക്ഷ്മി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. നിന്റെ കളിയൊക്കെ കൊള്ളാവടി, പക്ഷേ ഇതൊന്നും ഇവിടുന്ന് കൊണ്ട് അവസാനിച്ചെന്ന് നീ കരുതണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് കയറി പോകുന്നതിന് മുൻപ് ഇത്രയും സംസാരിച്ചതല്ലേ? അതെ, സ്വന്തം മകൻ ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നുണ്ട്. ചിത്തഭ്രമത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അമ്മയുടെ മകൻ ഇപ്പോൾ. അതിനെ ചികിത്സിക്കുന്നതിന് പകരം പകയിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിലേ അത് നിങ്ങൾ മാത്രമേ കാണൂ എന്ന് പല്ലവി അന്നേരം രാജലക്ഷ്മിയോട് പറഞ്ഞു. എന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്താ നേടാൻ പോകുന്നതെന്ന് പല്ലവി ചോദിക്കുക തിരിച്ച്. ഞാൻ വേദനിക്കുന്നത് കാണുമ്പോഴുള്ളൊരു സന്തോഷമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മകനുള്ള രോഗം അത് നിങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞു. പാരമ്പര്യമായിട്ട് കിട്ടുന്നതാ അതാ ഞാൻ പറഞ്ഞതെന്നൊക്കെ പല്ലവി തട്ടി വിടുക കേട്ടോ. അതാ മകനും അങ്ങനെ ആയി പോയതെന്ന കാര്യമൊക്കെ പറയുമ്പോൾ വക്കീൽ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുക. എന്നെ പെടുത്താൻ നോക്കിയാൽ പെടുന്നത് ആരായിരിക്കുമെന്ന് അറിയാവല്ലോ അല്ലേന്ന് ചോദിച്ചു. ഇപ്പോൾ റിഹേഴ്സലാണ് നടന്നതെന്നും പിന്നെ വലിയ കളികൾ പുറത്തെടുക്കാനേ, അപ്പോൾ അതിലും വലിയ കളികൾ എടുക്കാനേ എനിക്കും അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇവളോട് പറയുമ്പോൾ നമുക്കത് കാണാമെന്ന് പറഞ്ഞു രാജലക്ഷ്മി. അത് പറഞ്ഞ് രാജലക്ഷ്മി അകത്തേക്ക് പോകുമ്പോൾ ഒരു 5 മിനിറ്റ് ഇന്ദ്രനെയും കൊണ്ട് ഇപ്പം വരാം കേട്ടോ, ഓക്കേ എന്ന് പറഞ്ഞു നമ്മുടെ വക്കീലകത്തേക്ക് കയറി പോണു. വക്കീലകത്തേക്ക് കയറി പോയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചിരിച്ചവിടെ നിൽക്കുക. മരിച്ചു എന്ന് കരുതിയ ഭർത്താവിനെ തിരിച്ചു കിട്ടും. ക്രൂശിക്കപ്പെട്ട പെൺകുട്ടി നിരപരാധി. ഇങ്ങനെ ഒരു വാർത്തയിട്ട് ഒരു മാധ്യമ പ്രവർത്തകരും ഇല്ലല്ലോ സേതുവേട്ട ഇവിടെ എന്ന് പല്ലവി അന്നേരം പറയുവാണേ. എന്നെ പോലീസ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. ഇപ്പോഴോ എന്തൊക്കെ നുണകളാ പലരും അതിനെപ്പറ്റിയൊക്കെ എഴുതി വിട്ടതെന്നൊക്കെ പല്ലവി ചോദിക്കുക. ഇപ്പം അഗ്നിശുദ്ധി വരുത്തി ഞാനിവിടെ നിൽക്കുമ്പോൾ അത് ലോകത്തെ അറിയിക്കാൻ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പല്ലവി ഇങ്ങനെ പറയുക. പോയപ്പോൾ ആർക്കു പോയി? എനിക്ക് മാത്രം പോയി എന്നും പല്ലവി പറയണം. ഇത്രയും കാലം കൊണ്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയ സ്വഭാവശുദ്ധിയുടെ മഹത്വം അത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒലിച്ചു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പല്ലവി സേതുവിനോട് ചോദിക്കുക. ക്രൂരതയല്ലേ സേതുവേട്ട ഇത്? സത്യം അറിയുന്നതിന് മുൻപ് വിചാരണ ചെയ്യാൻ ചാടി പുറപ്പെടുന്ന ഒരു പറ്റം മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവർ ഇനിയെങ്കിലും മാധ്യമ വിചാരണയുടെ ഇരകളാക്കപ്പെടുന്നവരെ പറ്റി സഹതാപത്തോടെ ഒന്ന് ചിന്തിക്കണമെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് പല്ലവി, ഇനി അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ നിൽക്കുമ്പോഴാണ് ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് അവരിറങ്ങി വരുന്നത്. പോയില്ലേ ഇതുവരെ, എനിക്ക് അവളെ കാണുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി തുള്ളിച്ചാടി അങ്ങ് മാറി നിൽക്കുക. ഇന്ദ്രനാണെങ്കിൽ പുറത്തിറങ്ങിയതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സേതു ഇങ്ങനെ മാറടക്കാം എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ മാറ്റി നിർത്തിയിട്ട്, മോളെ അതെ സ്റ്റേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്, എനിക്കിനി എൻ്റെ വീട്ടിൽ പോകാമെന്ന് ഇന്ദ്രൻ കാട്ടൂരാൻ വക്കീല് പൊളിച്ചു കയ്യിൽ തന്നു. 4 ഇംഗ്ലീഷ് ഡയലോഗ് കാഴ്ചപ്പോൾ മേഡം ദേ കിടക്കുന്നു ഫ്ലാറ്റ്. കാണാട്ടോ മോളെ, പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനും ഒക്കെ നമുക്ക് കാണാൻ കേട്ടോ എന്ന് ഇന്ദ്രൻ പറയുക. ഞാൻ മോൾക്കേ ഇഞ്ചി മിഠായി വാങ്ങിച്ചു തരാവേ, അപ്പോൾ ഓലപ്പീപ്പി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുന്നു. കീ കൊടുത്താൽ കറങ്ങുന്ന പമ്പരം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ നിന്ന് ഷോ ഇറക്കിക്കൊണ്ടിരിക്കുക. പണി വരുന്നുണ്ട് മോളെ, നല്ല ചിമിട്ടം പണി വരുന്നുണ്ടെന്ന് ഇന്ദ്രൻ പല്ലവിയോട് പറയുക. ഇന്ദ്രന്റെ ചെകിട്ടത്തടിച്ചത് നിരഞ്ജനയാണെങ്കിൽ അത് നീ തല്ലിയതായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നതും നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും ഇന്ദ്രൻ ഇങ്ങനെ നിന്ന് വെല്ലുവിളിക്കുക. അമ്മയാണെങ്കിൽ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞങ്ങനെ നിന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം. ഞാനൊന്ന് ഉഷാറായിട്ട് വന്നോട്ടേടാ മോനെ എന്ന് പറഞ്ഞു സേതുവിൻ്റെ അടുത്തേക്കും ചെന്നു നമ്മുടെ ഇന്ദ്രൻ. നിനക്ക് എന്തു മാറ്റം വരാനാടാ, അപ്പോൾ കുളിച്ചിട്ട് പാടാ, നിന്നെ നാറിയിട്ട് പാടില്ലല്ലോടാ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണുമെന്നും പറഞ്ഞു. അപ്പോൾ നീ ചെല്ലാൻ പറഞ്ഞു. നീ കാണണം മോളെ, ശരി എന്നാ പോട്ടടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രൻ അവിടെ നിന്ന് പോവാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ നിന്നെ കാണാനെന്ന് പല്ലവിയോട് ഇന്ദ്രൻ പറയാം. കൂടണ്ടേ നമുക്കൊരു ദിവസം എന്നൊക്കെ ചോദിച്ചു. കൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രന് വരട്ടടാ ആനപ്പാപ്പാനെ എന്നും വിളിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുക. അപ്പം ശരി, പോലീസ് സ്റ്റേഷനായിപ്പോയി, ഇല്ലെങ്കിൽ നിൻ്റെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രൻ പല്ലവി കേട്ടൊരു അടിയും കൊടുക്കാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അമ്മയെ കെട്ടിപ്പിടിച്ച് മോൻ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നു. തോറ്റവൻ്റെ നിലവിളി, അതിന് അത്രയും പ്രാധാന്യമൊക്കെ കൊടുത്താൽ മതി എന്ന് സേതു അന്നേരം പല്ലവിയോട് പറയുക. എന്തായാലും കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കി അവർ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സേതുവിനെ മേഡം വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ സേതു ഒക്കെ അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് പല്ലവി അവിടെ ഇവനെ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുക. ഇവളെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ തുള്ളിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് പല്ലവി അടിക്കാനുള്ള കരിക്ക്. അപ്പോഴേക്കും വക്കീൽ ഇറങ്ങി വന്നു. വക്കീൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോകുന്നില്ലേന്ന് ചോദിച്ചു. പോകുന്നുണ്ടെന്ന് പല്ലവി വക്കീലിനോട് പറഞ്ഞു. ഞാൻ തന്നെയായിരിക്കും ഇന്ദ്രന് വേണ്ടി ഹൈക്കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് ഇയാൾ കാട്ടൂരാൻ പറയാം. അതെ, ഫാമിലി കോർട്ട് ആവർത്തിക്കും ഹൈക്കോടതിയിലുമെന്ന് കാട്ടൂരാൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു പല്ലവി. കാണാം. കുടുംബ കോടതിയിൽ എനിക്ക് ചില പാളിച്ചകളും കാര്യങ്ങളൊക്കെ പറ്റി
എൻ്റെ ഭാഗം നല്ലതുപോലെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പല്ലവി വക്കീലിനോട് പറയാം. അന്നത്തെ പല്ലവി അല്ല ഇന്നത്തെ പല്ലവി എന്ന് പറയുമ്പം ആഹാ മാറ്റമൊക്കെ വന്നോ, ആണോ ശരിയാണോ എന്ന് വക്കീൽ കളിയാക്കി ചോദിക്കാം. അപ്പോൾ ഒരുപാട് മാറിയും നമ്മുടെ പല്ലവി പറഞ്ഞു. എനിക്കിപ്പോൾ നല്ല ചങ്കൂറ്റമുണ്ട്. ഏത് കോടതിയുടെ മുന്നിലും എൻ്റെ ന്യായം തെളിയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെന്ന് പല്ലവി പറഞ്ഞപ്പോൾ നല്ലത് കേട്ടോ, നല്ലതാണ് എന്ന് വക്കീൽ. ഈ തോൽക്കുന്നത് വരെ ഈ ഒരു ആത്മവിശ്വാസം അത് വളരെ വളരെ നല്ലതാണെന്ന് ഇയാൾ പല്ലവിയോട് പറയാം. കാട്ടൂരാനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെയും കുട്ടിയുടെ കേസിനെയും എനിക്കൊരു ഇരേ അല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കോ. സിമ്പിള്, വെരി വെരി സിമ്പിൾ. എൻ്റെ ലാസ്റ്റ് ജൂനിയർ വാദിച്ചാൽ പോലും ജയിക്കുന്ന ഒരു സിമ്പിൾ കേസാണെന്നൊക്കെ പറഞ്ഞ് വക്കീൽ നിന്നങ്ങ് കസറി കയറുക. അപ്പോൾ അത് ഞാൻ ഒരു തവണ തെളിയിച്ചിട്ടുള്ളതാണ്, ഇനിയും തെളിയിക്കുമെന്ന് പറയുമ്പം എന്നും ജയിക്കാമെന്ന് നിങ്ങൾക്ക് വെറുതെ ആഗ്രഹിക്കാം, പക്ഷേ അതിനെ മാത്രമായി വാശി നിങ്ങൾ പിടിക്കരുതെന്ന് നമ്മുടെ പല്ലവി തിരിച്ചും പറഞ്ഞു. അറിയാവല്ലോ നിങ്ങളുടെ കക്ഷി കാരണം എനിക്കുണ്ടായ മാനഹാനി എന്താണെന്ന്. വേണമെങ്കിലേ അങ്ങനെ ഒരു കേസ് കൂടി എനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പം അത് കൊടുക്ക് അതോടെ നടന്ന സംഭവങ്ങളെല്ലാം വീണ്ടും വാർത്ത ആയിക്കോളുമല്ലോ എന്ന് ഈ വക്കീൽ പറയാം. പിന്നെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ എപ്പോഴും ക്രൂശിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. പല്ലവിയും ക്രൂശിക്കപ്പെടുവേ എന്ന് പറഞ്ഞ് ഇയാൾ പേടിപ്പിക്കണം. അതെ, ഇന്ദ്രന് എന്ത് നഷ്ടം, എനിക്കെന്ത് നഷ്ടം, ഒരു നഷ്ടം വരാനില്ല, നാറുന്നതും നാണം കിടാൻ പോകുന്നതും പല്ലവി ആയിരിക്കും എന്ന് പറഞ്ഞു വക്കീൽ അവിടെ നിന്ന് പോകുക. ഈ സമയത്ത് നമ്മുടെ സേതു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പല്ലവി കേസ് ഫയൽ ചെയ്യുന്നതിനെ പറ്റി പറയുവാണ്. അത് നമുക്ക് ചെയ്യാവുന്ന സേതു അന്നേരം പറഞ്ഞു കേട്ടോ, ഇയാളെ തോപ്പിക്കാൻ കഴിവുള്ള വക്കീലിനെ നമുക്ക് വെക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നിരഞ്ജന മേഡം വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമെന്ന് ചോദിച്ചു സേതു. രാജലക്ഷ്മി ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഒരു പ്ലാൻ പറയാനാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് അവർ സമ്മതിക്കുമോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവരെ ഞാൻ പൂട്ടിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പല്ലവിയും സേതു ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് രാജലക്ഷ്മി വക്കീലുമായിട്ട് വലിയ ആൾ കളിച്ച് വണ്ടി കയറാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ നിരഞ്ജന മേഡം ചെന്നിട്ട് ഇവരുടെ വണ്ടി തടഞ്ഞു. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പരാതിയോ, എന്ത് പരാതി? കേസെടുക്കാൻ പോവാണെന്ന് മേഡം. കേസാ? എനിക്കെതിരെയോ? എന്ത് കേസാണെന്ന് രാജലക്ഷ്മി. ഏത് വകുപ്പിലെന്ന് പറഞ്ഞ്. അപ്പം ഗാർഹിക പീഡനമാണെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മരുമകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേന്ന് ചോദിച്ചു. അത് സെക്ഷനിൽ വരുമെന്ന് നിരഞ്ജന മേഡം പറഞ്ഞപ്പോൾ കേട്ടല്ലോ വക്കീലെ, കണ്ടില്ലേ വക്കീലേ, കേട്ടോ നിരഞ്ജന മേഡം പറയുന്നത്. അപ്പോൾ കേട്ടു എന്ന് വക്കീൽ കേസെടുക്കാൻ പോണെന്നും പറഞ്ഞു വക്കീൽ അതിനൊപ്പം ഇങ്ങനെ തൊള്ളുവാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളരിക്കപ്പെടണോ, വാദി പ്രതിയാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതിനുള്ള പുറപ്പാടിലാണോ മേഡം എന്ന് രാജലക്ഷ്മി മേഡത്തിനോട് ചോദിച്ചു കേട്ടോ. പരാതി കിട്ടിയാലും ആക്ഷൻ എടുക്കാത്ത പോലീസ് ഓഫീസറാണ് ഞാൻ എന്നല്ലേ നിങ്ങളുടെയൊക്കെ ആക്ഷേപമെന്ന് നിരഞ്ജന മേഡം ചോദിച്ചു. ചീത്തപ്പേരൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അകത്തേക്ക് വരാൻ പറഞ്ഞു. പിന്നെ എന്നൊക്കെ പറഞ്ഞു വക്കീൽ അവിടെ കിടന്ന് ഇങ്ങനെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ നിരഞ്ജന മേഡം അകത്തേക്ക് കയറി ചെല്ലുക. അപ്പം മോനെ നീ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇല്ല അമ്മ വരുന്നത് വരെ ഞാനിവിടെ ഇരിക്കാമെന്ന് വക്കീൽ നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാനല്ലേ കൂടെയുള്ളത്, ചെല്ല് എന്ന് പറഞ്ഞു വക്കീൽ പറഞ്ഞു വിടുവാണ് അകത്തേക്ക് രാജലക്ഷ്മിയെ. ഈ സമയത്ത് മേഡം അവിടെ നിൽപ്പുണ്ട്, അതുപോലെ നമ്മുടെ പല്ലവിയും സേതുവും ഉണ്ട്. അവരങ്ങനെ അവിടെ ഇവർ വരുന്ന നോക്കി നിൽക്കുമ്പോൾ എന്ത് വകുപ്പാ എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് രാജലക്ഷ്മി ചോദിച്ചു. അപ്പം ശക്തമായ വകുപ്പ് തന്നെയാണ് അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് പല്ലവി രാജലക്ഷ്മിയോട് പറയുന്നു. നിരഞ്ജന മേഡം ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ഭാഗ്യത്തിന് അമ്മ എന്നെ ഭീഷണിപ്പെടുത്തിയത് മുഴുവൻ ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. രാജലക്ഷ്മിയുടെ ആട്ടപ്പ് തെറിച്ചു വക്കീൽ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം തെളിവ് വേണമല്ലോ എല്ലാത്തിനും, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുവാണ് നമ്മുടെ പല്ലവി. അങ്ങനെ തെളിവ് സഹിതം നമ്മുടെ പല്ലവി എല്ലാം കാണിച്ചു കൊടുക്കുക. ഞാനും എൻ്റെ മോനും കളി തുടങ്ങിയിട്ടുള്ളൂ, ആട്ടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നിന്നാൽ ജീവിച്ചു പോകാം, അല്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും വഴിയാധാരാകും മോളെ എന്ന് രാജലക്ഷ്മി പറയാം. നീ കേസ് കൊടുക്കുന്നല്ലേ, കൊടുക്കടി, നിന്റെ കേസ് കീഴ്ക്കോടതിയിൽ തള്ളിപ്പോയത് നീ അറിഞ്ഞില്ലേ? നീ ഹൈക്കോടതി അല്ല സുപ്രീം കോടതി പോയാലും നിനക്ക് ഡൈവോഴ്സ് കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തത് കേൾപ്പിച്ചു കൊടുത്തു. എന്നും പറഞ്ഞ നമ്മുടെ വക്കീൽ ഇങ്ങനെ നിൽക്കുക. ഓഹോ, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നോണ്ടാണല്ലേ ഇത് എന്ന് ചോദിച്ചപ്പോൾ അതെ, എന്നെ കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ, അതിന് ഇങ്ങനെയെങ്കിലും മറുപടി തരണ്ടേ അമ്മേ എന്ന് പല്ലവി ഇങ്ങനെ അമ്മയോട് ചോദിക്കുക. മേഡം ചിരിച്ചോണ്ടിരിക്കുക. രാജലക്ഷ്മിയുടെ ചീട്ട് കീറി പല്ലവി. അല്ലെങ്കിൽ നിങ്ങൾ അമ്മയും മോനും കൂടി ഇനിയും കിടന്നങ്ങ് അഹങ്കരിക്കത്തില്ലേ, അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി. അപ്പം എന്തോ നാടേ ഇതെന്ന് വക്കീല്, എൻ്റെ ഗതി മറ്റൊരു പെൺകുട്ടിക്ക് വരരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തതെന്ന് നമ്മുടെ പല്ലവി പറയാം. നീ പരാതി കൊടുത്താൽ എന്താക്കാൻ പറ്റുമെന്ന് ഓർത്തായിരിക്കുന്നേ.
എൻ്റെ വക്കീലാ നിൽക്കുന്നത്. വക്കീലിനറിയാം എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ ഷെടാന്ന് പറഞ്ഞു വക്കീൽ നിൽക്കുക. വക്കീലിൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല. അപ്പോൾ വിവരമില്ലായ്മ അല്ലെങ്കിലും നിങ്ങളുടെ കൂടപ്പറപ്പല്ലേ എന്ന് പല്ലവി അന്നേരം ചോദിച്ചു. ഗാർഹിക പീഡന നിരോധന പ്രകാരം എടുക്കുന്ന ഒരു കേസിന് ക്രിമിനൽ സ്വഭാവം ഉണ്ടമ്മേ എന്ന് പറഞ്ഞു പല്ലവി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോഴേ അകത്ത് പോയെന്നും വരും. ജയിലിൽ കിടന്ന അമ്മ എങ്ങനെ മേക്കപ്പെടും നമ്മുടെ പല്ലവി ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും രാജലക്ഷ്മിക്ക് കയ്യിൽ നിന്ന് പോയി. എടി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അല്ല ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ എങ്ങനെ നടക്കും എന്നൊക്കെ നമ്മുടെ പല്ലവി കളിയാക്കി ചോദിക്കുക. എന്തായാലും അമ്മയെ അപമാനിക്കാൻ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്ത കുറ്റം നിസ്സാരമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാപ്പ് പറയണം, പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് നമ്മുടെ പല്ലവി അങ്ങ് പറഞ്ഞു. എന്നും പറഞ്ഞു വക്കീലിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ വേണമെന്ന് നമ്മുടെ മേഡം അങ്ങ് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഓൺലൈൻ ചാനലുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരത് ഇപ്പം ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. അവർ വരുമ്പോൾ അവരുടെ മുന്നിൽ ചെറുതായിട്ടൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അമ്മ അകത്താവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കാൻ തന്നെ നോക്കുക. ഈ സമയത്ത് പുറത്തിറങ്ങി വന്നിട്ട് രാജലക്ഷ്മി വക്കീലിനോട് ചോദിക്കുക, എന്തോ വക്കീൽ ഇത്, ഞാൻ എന്താ വക്കീല് ചെയ്യേണ്ടതെന്ന്. അവൾ കൊടുത്ത പരാതിയിൽ എന്നെ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ശരിക്കും അവൾ നിങ്ങളെ അപ്പം എവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാനാണമ്മയെന്ന് ഇന്ദ്രൻ ചോദിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചെയ്താലും അമ്മ ജയിലിൽ കിടക്കണമെന്ന് ഇന്ദ്രൻ. എൻ്റെ പൊന്നമ്മ അതെല്ലാം അന്തസ്സ്. എടോ നിന്നെ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് അമ്മ മകനെ തല്ലാനായിട്ട് ചെല്ലുക. വക്കീൽ ഇതൊക്കെ കണ്ട് പൊളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നിന്നെ ഞാൻ തന്നെ പറ്റതാണോടാന്ന് ചോദിച്ചു. വക്കീലൊന്ന് വന്നേ. അപ്പം ഞാനെന്തിനാ വരുന്നേ? ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് വക്കീലിനെ പറഞ്ഞു വിടുക. ആ സമയത്ത് നമ്മുടെ വക്കീലിനെ മാറ്റി നിർത്തി രാജലക്ഷ്മി ഇങ്ങനെ ചോദിക്കും ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. വക്കീൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാജലക്ഷ്മി ഞെട്ടി. തൽക്കാലം അവൾ പറയുന്നത് പോലെ ചെയ്യുന്നതാ നല്ലത് എന്ന് വക്കീൽ തന്നെ പറഞ്ഞു കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും അത് തിരിച്ചു വളച്ചൊടിച്ചെടുക്കാം. അതെ, പോലീസുകാർ ADGPയുടെ മുന്നിൽ പോയി നിന്ന് പോലും ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു രക്ഷയുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. മാപ്പ് പറയുന്നതിനെ ബുദ്ധി കേട്ടോ, നിങ്ങൾ മാപ്പ് പറയാൻ പറഞ്ഞു. ഭർത്തൃമാതാവ് അറസ്റ്റിൽ എന്നും പറഞ്ഞ് ഗാർഹിക പീഡനത്തിന് ഭർത്തൃമാതാവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നാളെ വേറൊരു വാർത്ത വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മാപ്പ് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാകാം. എൻ്റെ പൊന്നെ മാപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ രാജലക്ഷ്മി. അങ്ങനെ വക്കീലും രാജലക്ഷ്മിയും കൂടെ അവിടെ നിന്ന് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. ഈ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ മാപ്പ് പറ, പിന്നെ നമുക്ക് അവളെ കയ്യിലെടുക്കാം, അല്ലെങ്കിൽ അവൾക്കിട്ടുള്ള പണി കൊടുക്കാവുന്ന. കയ്യിൽ നിന്ന് കാശ് ചുള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ എന്ന് രാജലക്ഷ്മി വക്കീലിനോട് പറയാം. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ചെയ്യും, അവളെ ഞാൻ നിങ്ങളെ മുന്നിൽ പാഠം പഠിപ്പിച്ചിരിക്കും, അപ്പോൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് ഇവരങ്ങ് പോയി. ബാക്കിയുള്ളവരെല്ലാവരും വന്ന് കൂടി നിൽക്കും. അപ്പോൾ വക്കീൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ടെൻഷൻ ആവല്ലേ, ഞാനല്ലേ കൂടെയുള്ള എന്ന് പറയുക. ആ സമയത്ത് മാധ്യമക്കാരൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ രാജലക്ഷ്മി ഇങ്ങനെ മുടിയൊക്കെ ശരിയാക്കി മാലയൊക്കെ ശരിയാക്കി ചെന്ന് ഇങ്ങനെ നിൽക്കുക. അത് പിന്നെ എൻ്റെ മോന് വേണ്ടി ഞാൻ മാപ്പ് പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം രാജലക്ഷ്മി വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഗാർഹിക പീഡനം നടത്തുന്നത്? ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ കാരണം തകർന്നത്. അതിനി ആര് സമാധാനം പറയും എന്നൊക്കെ വന്നവർ ഇവരോട് ചോദിക്കുന്നു. രാജലക്ഷ്മി അന്തം വിട്ട് നിൽക്കുക കേട്ടോ, പറയാൻ വാക്കുകളില്ലാതെ. ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും അപമാനമാണ് നിങ്ങൾ, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്നൊക്കെ വന്നവരിങ്ങനെ ചോദിക്കാം. അയ്യോ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ നേരൊക്കെ കാണിക്കുന്നുണ്ട്. വക്കീൽ കയ്യും കാലും ഒക്കെ എടുത്തിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. വക്കീലിന് ഒരു അക്ഷരം മിണ്ടാനുള്ള സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ രാജലക്ഷ്മിയെ മൊത്തത്തിൽ പൂട്ടിക്കളഞ്ഞവരെല്ലാവരും കൂടി രാജലക്ഷ്മിക്ക് പറയാൻ വാക്കുകളില്ലാതെ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് രാജലക്ഷ്മി കരയോ. നിങ്ങളെന്തിനാണ് മിണ്ടാതെ നിൽക്കുന്നത്, നിങ്ങൾ കാര്യം പറയാൻ പറഞ്ഞുകൊണ്ട് വന്ന മാധ്യമപ്രവർത്തകർ ഇവരോട് ചോദിക്കുന്നു. ഇവർ നിന്ന് കിടന്ന് ഉരുകുവാണ്. അപ്പം എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. വക്കീൽ ഇങ്ങനെ ഇന്ദ്രൻ്റെ നേരെ കയ്യും കാലൊക്കെ എടുത്ത് ഓരോന്നൊക്കെ കാണിക്കുവാട്ടെ. ഇന്ദ്രന് ഒരു കൂസലും ഇല്ല. ആര് ജയിലിൽ പോയാലും ആര് നാറിയാലും ആര് വെളുത്താലും ഒരു കുഴപ്പമില്ല, തനിക്ക് തൻ്റെ കാര്യം. ആ ഒരു നിലപാടിൽ തന്നെ നമ്മുടെ ഇന്ദ്രൻ അവിടെ നിൽക്കുക. അപ്പോൾ പല തെറ്റുകളും അറിയാതെ സംഭവിച്ചിട്ടുണ്ട്, അതിനൊക്കെയുള്ളൊരു പ്രായശ്ചിത്തം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പില്ല ഞാനെന്നൊക്കെ രാജലക്ഷ്മി ഇങ്ങനെ ഇവരോട് പറയുവാണ് എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി അന്നേരം അവിടെ നിൽക്കുന്നു. നിരഞ്ജന മേഡം ഹാപ്പിയാണ്. അതെ, എൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും മനോവിഷമം ഞാൻ കാരണം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞു രാജലക്ഷ്മി അങ്ങ് കരഞ്ഞില്ലേ. കരച്ചിലോ മാപ്പ് ഓരോ മൈക്കിൻ്റെ മുന്നിലും ചെന്ന് മാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് വെക്കുക രാജലക്ഷ്മി. അങ്ങനെ രാജലക്ഷ്മിയുടെ അഹങ്കാരം പൂട്ടിക്കെട്ടി കയ്യിൽ കൊടുത്തു മക്കളെ നമ്മുടെ പല്ലവിയും സേതുവും കൂടെ ചേർന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.